സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ 13 അപ്ഡേറ്റ്സാണ് ഇന്ന് അറിയിക്കാനുള്ളത്. റാങ്ക് ലിസ്റ്റ് 4, ഷോർട്ട് ലിസ്റ്റ് 1, ഇറാറ്റ നോട്ടിഫിക്കേഷൻ അറിയിപ്പ് 5, ഇൻ്റർവ്യൂ അറിയിപ്പ് 2, അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ അറിയിപ്പ് 1. ആദ്യം റാങ്ക് ലിസ്റ്റ്. എറണാകുളം ജില്ലയിലേക്ക് NCC സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ക്ലർക്ക് ഫ്രം എക്സ് സർവീസ്മെൻ ഒള്ളി ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 334/2024. അടുത്ത റാങ്ക് ലിസ്റ്റ് എറണാകുളം ജില്ലയിലേക്ക് NCC സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ക്ലർക്ക് ഫ്രം എക്സ് സർവീസ്മെൻ ഒള്ളി കാറ്റഗറി നമ്പർ 445/2023. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് അസിസ്റ്റൻറ്റ് മാനേജർ കാറ്റഗറി നമ്പർ 91/2023. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലെ അസിസ്റ്റൻറ്റ് മാനേജർ കാറ്റഗറി നമ്പർ 91/2023 എന്ന തസ്തികയുടെ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ അഭിമുഖം 28/5/2025, 29/5/2025 എന്നീ തീയതികളിൽ 9:30, 12 മണി എന്നീ സമയങ്ങളിലായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ആയതിനു മുന്നോടിയായുള്ള സർട്ടിഫിക്കറ്റ് പരിശോധന അന്നേ ദിവസം രാവിലെ 7:30, 9:30 എന്നീ സമയങ്ങളിൽ നടത്തുന്നതാണ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് SMS, പ്രൊഫൈൽ മെസ്സേജ് എന്നിവ നൽകിയിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് സ്വന്തം പ്രൊഫൈൽ പരിശോധിക്കേണ്ടതാണ്. ഇൻ്റർവ്യൂ മെമ്മോ, വ്യക്തിവിവരക്കുറിപ്പ് എന്നിവ പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. അടുത്തതും ഒരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ മ്യൂസിക് കോളേജസിലേക്ക് ജൂനിയർ ലെക്ചറർ ഇൻ ഭരതനാട്യം കാറ്റഗറി നമ്പർ 683/2022. കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ മ്യൂസിക് കോളേജസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ജൂനിയർ ലെക്ചറർ ഇൻ ഭരതനാട്യം കാറ്റഗറി നമ്പർ 683/2022 എന്ന തസ്തികയുടെ തിരഞ്ഞെടുപ്പിനായി 21/1/2025 പ്രസിദ്ധീകരിച്ച ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട യോഗ്യരായ ഉദ്യോഗാർത്ഥികളുടെ അഭിമുഖം 2025 മെയ് 28, 29 എന്നീ തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു. ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഓൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, അഡ്മിഷൻ ടിക്കറ്റ്, വ്യക്തിവിവരക്കുറിപ്പ് എന്നിവ സഹിതം പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത മെമ്മോയിൽ പറയുന്ന നിശ്ചിത സ്ഥലത്തും സമയത്തും തീയതിയിലും ഉദ്യോഗാർത്ഥികൾ അഭിമുഖത്തിന് ഹാജരാകണമെന്ന് അറിയിക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് പ്രൊഫൈൽ, SMS എന്നിവ വഴി നൽകിയിട്ടുണ്ട്. ഇൻ്റർവ്യൂ അറിയിപ്പ് ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഗവൺമെൻറ് റിക്രൂട്ട് GR 2nd A വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125464447. അടുത്തതൊരു ഇറാറ്റ നോട്ടിഫിക്കേഷൻ അറിയിപ്പാണ്. മലപ്പുറം ജില്ലയിലേക്ക് മുനിസിപ്പൽ കോമൺ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 137/2015. അടുത്തതും ഒരു ഇറാറ്റ നോട്ടിഫിക്കേഷൻ അറിയിപ്പാണ്. മലപ്പുറം ജില്ലയിലേക്ക് മുനിസിപ്പൽ കോമൺ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 137/2015. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. കാസർഗോഡ് ജില്ലയിലേക്ക് NCC സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ക്ലർക്ക് ഫ്രം എക്സ് സർവീസ്മെൻ ഒള്ളി ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 334/2024. അടുത്തതും ഒരു റാങ്ക് ലിസ്റ്റാണ്. കാസർഗോഡ് ജില്ലയിലേക്ക് NCC സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ക്ലർക്ക് ഫ്രം എക്സ് സർവീസ്മെൻ ഒള്ളി കാറ്റഗറി നമ്പർ 445/2023. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. കൊല്ലം ജില്ലയിലേക്ക് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലബോറട്ടറി അസിസ്റ്റൻറ്റ് കാറ്റഗറി നമ്പർ 447/2023. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 50.53. അടുത്തതും ഒരു ഇറാറ്റ നോട്ടിഫിക്കേഷൻ അറിയിപ്പാണ്. എറണാകുളം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് കാറ്റഗറി നമ്പർ 535/2023. അടുത്തതൊരു അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ അറിയിപ്പാണ്. ഓയിൽ പാം
ഇന്ത്യ ലിമിറ്റഡിലേക്ക് ഫീൽഡ് അസിസ്റ്റൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 473/2024. ഫീൽഡ് അസിസ്റ്റൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 473/2024 ഇൻ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് എന്ന തസ്തികയിലേക്കുള്ള തിരഞ്ഞെടുപ്പിനായി 31/5/2025 ശനിയാഴ്ച 10:30 മുതൽ 12:30 വരെ നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ള OMR പരീക്ഷയുടെ അഡ്മിഷൻ ടിക്കറ്റുകൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ്. ഉദ്യോഗാർത്ഥികൾ അവരവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് സ്വന്തം പ്രൊഫൈലിൽ നിന്നും അഡ്മിഷൻ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അടുത്തതൊരു ഇറാറ്റ നോട്ടിഫിക്കേഷൻ അറിയിപ്പാണ്. എറണാകുളം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് കാറ്റഗറി നമ്പർ 535/2023. അടുത്തതും ഒരു ഇറാറ്റ നോട്ടിഫിക്കേഷൻ അറിയിപ്പാണ്. എറണാകുളം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ലർക്ക് പാർട്ട് ഫസ്റ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 503/2023. പരീക്ഷാ കേന്ദ്രമാറ്റം അറിയിപ്പ്. ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ 24/5/2025 സാറ്റർഡേ 1:30 മുതൽ 3:15 വരെ കാറ്റഗറി നമ്പർ 51/2024, 277/2024, 576/2024, 577/2024 എന്നീ തസ്തികകളിലേക്ക് നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന OMR പരീക്ഷയ്ക്ക് കോട്ടയം ജില്ലയിലെ 1443 നമ്പർ പരീക്ഷാ കേന്ദ്രത്തിൽ ചുവടെ ചേർക്കും വിധം മാറ്റം വരുത്തിയിരിക്കുന്നു. പഴയ പരീക്ഷാ കേന്ദ്രം ഗവൺമെൻറ് HSS ഫോർ ബോയ്സ്, വൈക്കം തെക്കേനട PO കോട്ടയം. പുതിയ പരീക്ഷാ കേന്ദ്രം ഗവൺമെൻറ് HSS TV പുരം, വൈക്കം 686606. രജിസ്റ്റർ നമ്പർ 11,274,000 മുതൽ 11,473,000 വരെ. മുകളിൽ കൊടുത്തിട്ടുള്ള രജിസ്റ്റർ നമ്പർ ഉള്ള ഉദ്യോഗാർത്ഥികൾ പഴയ അല്ലെങ്കിൽ പുതിയ പരീക്ഷാ കേന്ദ്രത്തിൻ്റെ അഡ്മിഷൻ ടിക്കറ്റുമായി പുതിയ പരീക്ഷാ കേന്ദ്രത്തിൽ ഹാജരായി പരീക്ഷ എഴുതേണ്ടതാണ്. അറിയിപ്പ്. 24/5/2025 നടക്കുന്ന ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷനും 25/5/2025 യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന സിവിൽ സർവീസസ് പ്രിലിമിനറി എക്സാമിനേഷനും വ്യത്യസ്ത ജില്ലകളിൽ പരീക്ഷാ കേന്ദ്രം അനുവദിച്ച് കിട്ടിയ ഉദ്യോഗാർത്ഥികളിൽ 24/5/2025 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷ എഴുതുവാൻ കഴിയാത്തവർക്ക് ആവശ്യമായ രേഖകൾ ഹാജരാക്കുന്ന പക്ഷം 28/6/2025 നടക്കുന്ന രണ്ടാം ഘട്ട അവസരം നൽകുന്നതാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നീ പരീക്ഷകൾക്ക് ഒരേ ജില്ലയിൽ തന്നെ പരീക്ഷാ കേന്ദ്രം അനുവദിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ അവസരം ലഭിക്കുന്നതല്ല. ആവശ്യമായ രേഖകൾ സഹിതം പുതിയ അപേക്ഷ 26/5/2025 മുതൽ 30/5/2025 വരെയുള്ള ദിവസങ്ങളിൽ 24/5/2025 പരീക്ഷാ കേന്ദ്രം അനുവദിച്ചിരുന്ന അതേ ജില്ലാ ഓഫീസുകളിലും തിരുവനന്തപുരം ജില്ലയിലെ അപേക്ഷകൾ ആസ്ഥാന ഓഫീസിലെ EF വിഭാഗത്തിലും നേരിട്ടോ ചുമതലപ്പെടുത്തിയ വ്യക്തി മുഖേനയോ സമർപ്പിക്കേണ്ടതാണ്. മുൻപ് അപേക്ഷ സമർപ്പിച്ചവരും മേൽപ്പറഞ്ഞ തീയതിക്കുള്ളിൽ പുതിയ അപേക്ഷ നൽകേണ്ടതാണ്. അടുത്തതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഡ്വൈസ് ചെയ്ത തസ്തികയും ഡിപ്പാർട്ട്മെൻറ്റും പരിചയപ്പെടാം. വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സിവിൽ എക്സൈസ് ഓഫീസർ, എക്സൈസ് ഗാർഡ്. വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക് കാറ്റഗറി നമ്പർ 207/2019, 208/2019. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അക്കൗണ്ടൻറ്റ് ജനറൽ, GAD എന്നീ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഓഫീസ് അറ്റൻഡൻറ്റ്, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ SC/ST. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം. ലെജിസ്ലേച്ചേഴ്സ് ഹോസ്റ്റലിലേക്ക് അമ്നിറ്റീസ് അസിസ്റ്റൻറ്റ്. പബ്ലിക് വർക്ക്സ്
ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലൈൻമാൻ പബ്ലിക് വർക്ക്സ് ഇലക്ട്രിക്കൽ വിങ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രൈവർ ഗ്രേഡ് സെക്കൻഡ് LDV, ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് LDV. കാറ്റഗറി നമ്പർ 19/2021, 20/2021. കേരള സ്റ്റേറ്റ് അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് സർവീസസിലേക്ക് അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഗ്രേഡ് സെക്കൻഡ്. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇലക്ട്രീഷ്യൻ. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.